ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരുപാട് വിഷമമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ പള്ളിയിൽ പുന്നക്കന്നത്തുശ്ശേരി സെൻറ്റ് ജോസഫ് ചർച്ച് പുന്നക്കന്നത്തുശ്ശേരിയിൽ 11 വർഷം ഇടവക വികാരിയായിട്ടിരുന്ന നമ്മുടെ ടോണി അച്ഛന് സ്ഥലം മാറ്റം കിട്ടി. അച്ഛൻ പോകുന്നത് ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലേക്കായിരുന്നു. അപ്പോൾ അച്ഛനെ യാത്ര അയക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. അതിന് മുമ്പ് പള്ളിയിൽ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അച്ഛനെ യാത്ര അയക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു 200ഓളം ആൾക്കാർ അച്ഛൻ്റെ ഇടവകയിൽ നിന്ന് ഉണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങൾക്ക് നല്ലൊരു പള്ളി, അതുപോലെ ഞങ്ങൾക്കൊരു പാരിഷ് ഹാൾ, ഞങ്ങളുടെ സെമിത്തേരി 26 വർഷം ഇവിടെ നിന്ന 26 വർഷം ശുശ്രൂഷ ചെയ്ത ഞങ്ങളുടെ മുരിങ്ങേലച്ഛൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഹോഷയാസ്ഥാൻ സെമിത്തേരിക്ക് അറിയുന്നതാണ് ഹോഷയാസ്ഥാൻ. അത് അച്ഛന് പൂർത്തിയാക്കാൻ പറ്റാഞ്ഞത് ടോണി അച്ഛൻ വഴി ഞങ്ങൾക്ക് പൂർത്തിയാക്കി കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അച്ഛൻ ചെയ്തു തന്നു. അതിന് ശേഷം അച്ഛൻ പള്ളിയിലേക്ക് ലിറ്റിൽ ഫ്ലവർ ചർച്ചിലേക്ക് അച്ഛൻ പോവാണ്. അപ്പോൾ അച്ഛനെ യാത്ര അയക്കാനായിട്ട് പോയി. 20ഓളം കാറുകളുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ വണ്ടിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. മൊത്തം 200ഓളം ആൾക്കാർ അച്ഛനെ കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത്തെ അച്ഛനെ ആക്കാനായിട്ട് പോവാണ്. ഒരുപാട് സങ്കടത്തോടാണ് എല്ലാവരും, ഇടവക്കാർക്കെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു അച്ഛനെ കൊണ്ടാക്കാനായിട്ട് പോയപ്പം. കാര്യം 11 വർഷം നമ്മുടെ ഇടവകയിലിരുന്ന അച്ഛനാണ്. ആ ഒരു സ്നേഹമൊക്കെ നമുക്ക് അച്ഛനോടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാറിലായിരുന്നു പോയത്. നമ്മുടെ അടുത്തുള്ള ആൻറ്റിയുടെ ബീനാൻറ്റിയുടെയൊക്കെ മാത്തുക്കുട്ടികളുടെയും കാറിലാണ് പോയത്. അപ്പം ഞങ്ങളിതേ പോയിക്കഴിഞ്ഞാൽ ഓരോരുത്തർ കാറുള്ളവരെല്ലാം 20 കാറുണ്ടായിരുന്നു. കാറുള്ളവരെല്ലാം കാറെടുത്ത് അവരെല്ലാം ഞങ്ങൾ ഓരോരുത്തരുടെയും പുറയിലായിട്ട് ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനത്തെ നമ്മുടെ അച്ഛൻ ഇനിയും ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന പള്ളിയിലേക്ക് എത്തി. അങ്ങനെ നമ്മളത്തെ പള്ളിയിലേക്ക് കയറുവാണ്. കിഴക്കൻ പ്രദേശമാണല്ലോ. അപ്പം ചുങ്കപ്പാറ പള്ളി ലിറ്റിൽ ഫ്ലവർ ചർച്ചിലേക്ക് നമ്മൾ എത്തി. അങ്ങനത്തെ നമ്മൾ പള്ളിയിലേക്ക് മേളിലേക്ക് കയറുവാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ കിഴക്കൻ പ്രദേശമായതുകൊണ്ട് ഒരുപാട് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു. മഴയൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് ഒരു 1:15 ആയപ്പോൾ പോയി. അവിടെ 1.5 മണിക്കൂർ യാത്രയുണ്ട് അച്ഛനിപ്പം പുതിയതായിട്ട് സേവനം അനുഷ്ഠിക്കാൻ പോകുന്ന പള്ളിയിലേക്ക്. അങ്ങനത്തെ ഞങ്ങൾ പള്ളിയിലേക്ക് അങ്ങനെ വണ്ടിയെല്ലാം ഒതുക്കി. അപ്പോൾ ഓൾറെഡി കുറേ പേര് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിയപ്പം ഓൾറെഡി പള്ളിയിൽ അവിടെ പ്രാർത്ഥന തുടങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ വരപ്പോൾ ഇത് നമ്മൾ വന്ന് നമ്മുടെ ഇടവകയിൽ നിന്നുള്ള കാറുകളായി കിടക്കുന്ന മൊത്തം കേട്ടോ. അങ്ങ് പലയിടത്തായിട്ട് കാറുകളെല്ലാം കിടപ്പുണ്ട്. അങ്ങനെ ഒത്തിരി കാറുകളെല്ലാം നമ്മുടെ ഇടവകയിൽ നിന്നുള്ള ആൾക്കാരുടെ കാറുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. എല്ലാവർക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനും നല്ലൊരു അച്ഛനായിരുന്നു. പിന്നെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അച്ഛൻ പോകാമെന്ന് കേട്ടപ്പോൾ വിഷമം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങളത് ഈ സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട്. താഴത്തെ സ്റ്റെപ്പായിട്ടോ, അവിടുന്ന് അങ്ങനെയും സ്റ്റെപ്പ് കയറി വരാം, അല്ലാതെ വണ്ടിയും വരും. അങ്ങനെ ഞങ്ങളത്തെ മുകളിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. സങ്കടത്തോടെ തന്നെ ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ പോകുന്നതിൽ ഭയങ്കര വിഷമമായിരുന്നു. അച്ഛനെ സ്വാഗതം ചെയ്ത് അവർ ബാനറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പള്ളിയിലേക്ക് കയറി. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ചെന്നു. അപ്പം പള്ളി പരിപാടി ഇത് മുഴുവനും നമ്മുടെ പുന്നക്കന്നത്തുശ്ശേരിക്കാർ ഇടവകക്കാരായിട്ട് മൊത്തം നമ്മുടെ ഇടവകക്കാർ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അച്ഛനോടുള്ള പുന്നക്കന്നത്തുശ്ശേരിക്കാരുടെ സ്നേഹമൊക്കെ. അപ്പം അങ്ങനെ അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞാൻ വേറൊന്നും എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം ഈ പുന്നക്കന്നശ്ശേരിയിലേക്ക് വരുന്ന പുതിയ അച്ഛനെ സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാം ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ടോണി അച്ഛനെ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോഴാണ് പുതിയ അച്ഛൻ വന്നത്. അപ്പം വന്നപ്പോഴത്തേക്ക് എല്ലാവരും ലൈനായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അച്ഛനെ രൂപതയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ വന്ന അച്ഛന്മാരാണ്
ഈ വരുന്നത്. അപ്പോൾ അച്ഛൻ മാത്യു തെക്കേടം അച്ഛനാണ് നമുക്ക് പുതിയ വികാരിയായിട്ട് വരുന്നത്. ജോജോ അച്ഛൻ എന്ന് വിളിക്കും. അപ്പോഴത്തെ അച്ഛൻ ചെറിയ നല്ല പുഞ്ചിരിയോടെയൊക്കെയാണ് കയറി വന്നത്. ഇതാണ് നമ്മുടെ പള്ളി. ഇത്രയും മനോഹരമായൊരു പള്ളിയും ഹാളും ഒക്കെയാണ് പരിഷകളൊക്കെ നമുക്ക് പണിത നമ്മുടെ ടോണി അച്ഛനാണ്. അത് കഴിഞ്ഞ് ടോണി അച്ഛൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അച്ഛനായിട്ട് വരുന്നതാണ് മാത്യു തെക്കേടം അച്ഛൻ. അങ്ങനത്തെ അച്ഛനെ എല്ലാവരും കൈയടിച്ചൊക്കെ സ്വാഗതം ചെയ്തു. കൈക്കാരൻ അച്ഛന് ബൊക്കെയൊക്കെ കൊടുത്ത് സ്വാഗതം ചെയ്തു. അപ്പം കൂടെ വന്ന അച്ഛന്മാരൊക്കെ പറഞ്ഞു, ഇത്ര ആൾക്കാർ അച്ഛനെ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. ഞങ്ങൾ ഓൾറെഡി ടോണി അച്ഛനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നു. എന്നാലും നമുക്ക് കയറുമ്പോൾ നമ്മുടെ ടോണി അച്ഛൻ്റെ ആ ഒരു ശൂന്യതയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാര്യം 11 വർഷക്കാലം ഇത്രയും നാൾ നമ്മുടെ പള്ളിയിലിരുന്നിട്ട് പോയപ്പോൾ ഉള്ള ആ ഒരു സങ്കടം എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. അത് അത്ര കൊച്ചു കുട്ടികൾക്ക് മുതലുണ്ടായിരുന്നു. കാര്യം അത്രയും ഇടപെടുന്നതും ഒക്കെ ഉള്ളൊരു നല്ലൊരു അച്ഛനായിരുന്നു ടോണി അച്ഛൻ. അപ്പോൾ ആ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളത് അംഗീകരിച്ചല്ലേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് എന്നാണേലും പോകണം. ഇത്രയും വർഷം ഇരുന്നുകൊണ്ട് അപ്പം നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഇതുപോലായിരുന്നു മുരിങ്ങേലച്ഛനും 26 വർഷം ഇരുന്നു. ഇവർ ടോണി അച്ഛനും മുരിങ്ങേലച്ഛനും അയർക്കുന്നംകാരാണ്, ഒരിടവകക്കാരാണ് എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം, സത്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പുതിയ അച്ഛനെ സ്വാഗതം ചെയ്ത എല്ലാവരും കൂടെ അങ്ങനെ അച്ഛൻ പള്ളിയിലേക്ക് വരുവാണ്. ഞാൻ പിന്നെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. പള്ളിയിലെ ആണെങ്കിലും കുറച്ച് ഇച്ചിരിയൊക്കെ വെച്ച് എടുത്തതേ ഉള്ളൂ. അപ്പം അങ്ങനെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇടവകയിലെ വൈദികരുണ്ടായിരുന്നു, അല്ലാതെ അതിരൂപതയിൽ നിന്ന് വന്ന വൈദികരുണ്ടായിരുന്നു. എല്ലാവരും അച്ഛനെ ഹാർദവമായി സ്വാഗതം ചെയ്തു. പുന്നക്കുന്നത്തുശ്ശേരി സെൻറ്റ് ജോസഫ് ചർച്ചിലെ പള്ളിയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്തു. അങ്ങനെ തേണ്ട അച്ഛൻ ഇനിയും കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ്റെ റൂമിലേക്ക്, നമ്മുടെ ടോണി അച്ഛനിരുന്ന അച്ഛൻ്റെ റൂമിലേക്ക് അച്ഛനെ കൊണ്ടുപോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. ഇത് പ്രാർത്ഥന, ഇനിയും പ്രാർത്ഥന. ഇത് പുതിയ വികാരി അച്ഛൻ നേരെ ചെന്നത് ദേവസ്വപിതാവിൻ്റെ നാമത്തിലുള്ള നമ്മുടെ പള്ളിയാണ്. ദേവസ്വപിതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ കൈകാരം കൊടുത്ത ബൊക്കെ അച്ഛൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ തിരിച്ചു വരുവാണ്. മാത്യു എന്ന അച്ഛൻ്റെ പേര് മാത്യു അച്ഛൻ. അങ്ങനത്തെ പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴും എല്ലാവരുടെ മുഖത്തും ടോണി അച്ഛൻ പോയതിൻ്റെ ആ ഒരു സങ്കടം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും അച്ഛൻ പറഞ്ഞു ആ സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ പുതിയ അച്ഛനെ എല്ലാവരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അങ്ങനെ പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇടവക വികാരി അച്ഛൻ, നമ്മുടെ ഇടവകയിലെ അച്ഛന്മാരാണ്, വികാരി അച്ഛനല്ല, ഇടവകയിലെ അച്ഛന്മാരും ബ്രദേഴ്സും ആയിരുന്നു. ഒന്ന് കുട്ടി ചെറിയ അച്ഛൻ, ആൻറ്റോ കുട്ടി ചെറിയ അച്ഛൻ, പിന്നെ ടോണി പുതുവീട്ടിക്കുളം അച്ഛൻ, പിന്നെ 2 ബ്രദേഴ്സായിരുന്നു നമ്മുടെ ഇടവകയിൽ. അങ്ങനെ വേറെ അച്ഛന്മാരും അവിടെ ടോണി അച്ഛൻ്റെ അച്ഛനെ ആക്കാൻ പോയ പള്ളിയിൽ നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛന്മാർ, താന്നിയത്തച്ഛനും അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഈ ഇപ്പോൾ ഉള്ള അച്ഛന്മാരാണ്, ബ്രദേഴ്സും ആയിരുന്നു ഇരുന്നത്. പിന്നത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മുടെ ടോണി അച്ഛൻ്റെ റൂമിലേക്ക്, ടോണി അച്ഛനിരുന്ന റൂമിലേക്ക് നമ്മുടെ പുതിയ അച്ഛനെ അവിടെ കൊണ്ടിരുത്തി. അങ്ങനെ ഇത് ഞാൻ ഇടുന്നത്, ഇനിയും കുറച്ച് ഫോട്ടോസാണ് ഇടുന്നത്. അത് നമ്മുടെ ടോണി അച്ഛനെ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നമ്മളവിടെ അച്ഛനെ കൊണ്ട് ചെന്ന് ആക്കിക്കഴിഞ്ഞ് എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ് ഇനി ഞാൻ ഇടാനായിട്ട് പോകുന്നത്. ഇത് അച്ഛൻ്റെ ചുങ്കപ്പാറ പള്ളിയിലെ ഇതാണ്. അച്ഛനെ അവിടെ വികാരി അച്ഛനായിട്ട് നിയമിക്കുന്നത്, ഇരുത്തുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിടാനായിട്ട് വിട്ടുപോയി. വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാപ്പി ഉണ്ടായിരുന്നു, പരിപ്പുവടയും ചായയും ഉഴുന്നോടെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിൽക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ, ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.